ഇല്ലാടികളെ നമ്മൾ കുറേ ആൾക്കാർ സഹായിക്കുന്നുണ്ട്. നമ്മുടെ വയനാട്ടിന് വേണ്ടി കൈകോർക്കാൻ വേണ്ടി കുറേ പറഞ്ഞാൽ പോലെ നമ്മുടെ മലയാളികൾ മാത്രമല്ല എല്ലാവരും സഹായിക്കുന്നുണ്ട്. അപ്പൊ അതിനടിയിലാണ് ഞാൻ കണ്ടത്. എന്താ വെച്ചാൽ നമ്മുടെ കൊട്ടാരക്കര ഒരു കടയുണ്ട്. ഇപ്പൊ നമ്മളെന്ന് വെച്ചാൽ ആള് ഓണത്തിന് വേണ്ടി കച്ചവടത്തിന് വേണ്ടി ഇറക്കിയ തുണികളാണ് മൊത്തം. തുണികൾ എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് ഇല്ലാടല്ലേ, ഏകദേശം നല്ല വിലയുള്ള ഡ്രസ്സുകളാണ് കംപ്ലീറ്റ്. അപ്പൊ ഞാൻ ആള് മാത്രമല്ല ഇല്ലാടല്ല പറയുന്നത്, എല്ലാവരും സഹായിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അറിയാതെ പോലും സഹായിക്കുന്നുണ്ട്. ഇപ്പൊ വീഡിയോ വന്നുകൊണ്ട് നമ്മൾ കണ്ടിട്ട് അത് നിങ്ങൾക്കൊരു മാതൃകയാകാൻ വേണ്ടി നമ്മൾ വീഡിയോ ഇവിടെ കൊടുക്കുകയാണ്. ഇല്ലാടല്ലേ എല്ലാവരും സഹായിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ട്. ഇപ്പോൾ ഓരോ ചില ആൾക്കാർ തുണിയായിട്ട് തുണി കൊടുക്കുന്നുണ്ട്, ബെഡ്ഷീറ്റ് കാര്യങ്ങൾ, പിന്നെ ഫുഡ് ഐറ്റംസ്, അങ്ങനെ കുറേ പേര് കൊടുക്കുന്നുണ്ട്. നല്ലതിന് ഇല്ലാടല്ല ഇനിയും സഹായിക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ സഹായിക്കുക. അപ്പൊ നോക്കുമ്പോൾ നമ്മുടെ ഷൈൻ ചേട്ടൻ കൊട്ടാരക്കരയിലെ സ്റ്റൈലിൽ പറഞ്ഞ കടയാണ് തോന്നുന്നു ഇല്ലാടല്ലേ. അപ്പൊ ഷൈൻ ചേട്ടൻ ആൾ കടയിൽ ഓണത്തിന് വേണ്ടി വന്ന സ്റ്റോക്കാണ്. ഏകദേശം നല്ല വിലയുണ്ട് ഇല്ലാടല്ല. കട മൊത്തം ഏകദേശം ലക്ഷത്തിന് സംതിങ് പ്രൊഡക്റ്റുകളുണ്ട്. അപ്പൊ ആള് അത് മൊത്തം അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ്. എന്താ വെച്ചാൽ കുഴപ്പമില്ല. ആൾ പറഞ്ഞു എനിക്കത് ജീവനുണ്ടല്ലോ, അത് മതി. അവിടുത്തെ ആൾക്കാർ ഇത്രയും ദുരിതം അനുഭവിക്കും, ഞാൻ മാത്രം അങ്ങനെ ആയിട്ട് കാര്യമില്ലല്ലോ, എനിക്ക് ജീവനുണ്ട്. നാളത്തെ കാര്യം നാളെയല്ലേ, ഇന്നത്തെ കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആളാ എല്ലാം കൊടുത്തിരിക്കുകയാണ് ഇല്ലാടല്ലേ. അപ്പൊ ആൾക്കാർ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. നല്ല കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ആളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതാണ് ഇല്ലാടല്ലേ ഞാൻ പറഞ്ഞു, മലയാളികൾ വേറെ ലെവലാണ്. മലയാളികൾ മാത്രമല്ല സഹായിക്കുന്ന ഓരോരുത്തരും വേറെ ലെവലാണ്. ഞാൻ പറഞ്ഞു നിങ്ങളൊരാളെ സഹായിക്കുന്ന വെച്ച് നിങ്ങളാണ് ദൈവം, അത് മനസ്സിലാക്കുക. ദൈവത്തിന്റെ രൂപത്തിലും നിങ്ങളെ സഹായിക്കണം. അപ്പൊ നിങ്ങൾ നമ്മുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും. നിങ്ങളെ ദൈവം അനുകരിക്കും. നമുക്ക് ഷൈൻ ചേട്ടൻ എന്താ പറയാനുള്ള കേൾക്കുക. രാവിലെ ഞാൻ ഉറക്കമുണർന്ന് ആദ്യം കാണുന്ന വാർത്ത, ഒരു ഗ്രാമം ഒന്നാകെ ഒലിച്ചു പോയിരിക്കുന്നു. എന്നെപ്പോലെ തന്നെ രാത്രിയിൽ ഉറങ്ങാൻ പോയ കുടുംബം നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവർക്ക് വീടില്ല, കുടുംബമില്ല, ഉറ്റവരില്ല. സത്യത്തിൽ ഞാൻ വളരെ ഷോക്കായിപ്പോയി. എന്ത് ചെയ്യണം? നമ്മളും ജീവിതത്തിൽ പല പല കാര്യങ്ങൾ രാത്രിയിൽ പ്ലാൻ ചെയ്ത് കിടന്നുറങ്ങും. നാളെ നമ്മളില്ലെങ്കിൽ, നമ്മളോടൊപ്പം കിടന്നവരില്ലെങ്കിൽ എന്തായിരിക്കും ജീവിതത്തിൻ്റെ അവസ്ഥ? ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു പ്രതിസന്ധി. ഞാനൊരു വ്യാപാരിയാണ്, വ്യാപാര മേഖല വളരെ പ്രതിസന്ധിയിലാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു ഓണത്തിന് വേണ്ടി, കാരണം സാധാരണ കേരളത്തിൽ എല്ലാ വ്യാപാരികളും തന്നെ ഓണം എന്ന് പറയുന്ന വ്യാപാരികളുടെ ഒരു ഉത്സവം പോലെയാണ്. അപ്പോൾ ഒരുപാട് പ്ലാൻ ചെയ്ത് ചെയ്യും. ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ പ്ലാൻ ചെയ്ത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് പർച്ചേസൊക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഉദ്ഘാടനം പോലും പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ കണ്ടത്. സത്യത്തിൽ ഒന്നും ചെയ്യേണ്ടതായിപ്പോയി. എന്ത് ചെയ്യാനാണ്? കാരണം നാളെ നമ്മൾക്ക് ജീവനില്ല, നമ്മുടെ കൂടപ്പുറപ്പില്ലെങ്കിൽ അവരുടെ വേദനയും സങ്കടവും കണ്ടപ്പോൾ സത്യത്തിൽ ഞാൻ വളരെ ഷോക്കായിപ്പോയി. അപ്പോൾ എനിക്ക് തോന്നി എങ്ങനെ അവരൊന്ന് സഹായിക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ആലോചിച്ചത്. ഈ വസ്ത്രങ്ങളും താഴെ ഞാൻ പറയും ബണ്ടിൽ വന്നുകൊണ്ടിരിക്കുന്നു, ഈ ബണ്ടിൽ ഉൾപ്പെടെ അവർക്ക് കൊടുത്താൽ പുതിയ വസ്ത്രങ്ങൾ ഉൾപ്പെടെ ഞാൻ പറയും, ഞാൻ പുതിയ ഓണത്തിന് വേണ്ടി എല്ലാ വ്യാപാരികളും ഓണത്തിന് നന്നായി പർച്ചേസ് ചെയ്യുന്നത് ആ പുതിയ താഴത്തെ ബണ്ടിൽ കാണിക്കും, ബണ്ടിലുകൾ ഉൾപ്പെടെ. ഞാൻ ആദ്യമേ പറഞ്ഞത് മൊത്തം എടുത്തുകൊണ്ട് പോട്ടെ എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഞാൻ പറയാം അത് മൊത്തം എടുത്തുകൊണ്ട് നിങ്ങൾ എടുത്തുകൊണ്ട് പോയാലും എനിക്ക് സന്തോഷമുള്ളൂ. കാരണം നമുക്ക് ജീവിതമെങ്കിലും ഉണ്ട്. നാളെ രാവിലെ അവർക്ക് എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ ക്യാമ്പുകളിൽ കഴിയുന്ന അവർക്ക് ഉറ്റവർ പോയി, ഉടയവർ പോയി, അവർ ജീവിതം മുഴുവൻ സമ്പാദിച്ചുണ്ടാക്കിയതെല്ലാം പോയി. അവരെ സംബന്ധിച്ച് ഇതെങ്കിലും കൊടുത്ത് അവർക്ക് വസ്ത്രം, നമ്മളറിയാലോ, ഒരാളുടെ ബേസിക് നീഡ്സിൽ പെടുന്ന ആഹാരം, വസ്ത്രം, പാർപ്പിടം, അവരുടെ പാർപ്പിടം പോയി, ബാക്കിയെല്ലാം പോയി. അപ്പം നമ്മൾക്ക് എന്നെ കൊണ്ട് പറ്റുന്ന ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് വലിയ പൈസ കൊടുത്ത് സഹായിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എൻ്റെ കയ്യിലുള്ളത് മുഴുവൻ, എൻ്റെ കയ്യിലുള്ളത് എന്താണോ അതെനിക്ക് കൊടുക്കാൻ പറ്റും, അത് മുഴുവൻ അവർക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത്. നിങ്ങൾ കൂടെ പോരുമെങ്കിൽ എനിക്ക് നേരിട്ട് കണ്ട്, കാരണം ഞാൻ പല വീഡിയോസും കണ്ടപ്പോൾ സത്യത്തിൽ ഇന്നലെ രാത്രി കണ്ടൊരു വീഡിയോ എന്നെ കരഞ്ഞുപോയി. കാരണം ഒരു പിതാവ് സ്വന്തം മകളെ കാണാനില്ല. ആ പുള്ളി വേറെ സ്ഥലത്തായിരുന്നു, അവരുടെ ഗ്രാൻഡ് പേരൻസിനോട് തന്നെ അവരുണ്ടായിരുന്നു. ആ കാണുന്നില്ല, ഇനി എങ്ങനെ കണ്ടുപിടിക്കും? അതേ ഷേപ്പിലുണ്ടാവുമോ? അല്ലെങ്കിൽ ഈ കൂട്ടിയിട്ടിരിക്കുന്ന, നമ്മൾ പറയുമല്ലോ, ഞങ്ങൾ ഈ പറയുമ്പോൾ വേദന കൊണ്ട് പറയും, നമ്മൾ നമ്മൾ കടയിൽ വെക്കുന്ന മാനിക്യൂൻസൊക്കെ ഒരു ഗോഡൗണിൽ കൂട്ടിയിടുമ്പോൾ അതിന് തപ്പിപ്പിടിച്ച് ചില കണ്ടുപിടിക്കുന്ന പോലെ കൂട്ടിക്കിടക്കുന്ന ജീവനുള്ള ജീവൻ പോയ സ്വന്തം ഉടപ്പറന്നവരെ കണ്ടുപിടിക്കേണ്ടി വരുന്ന ഒരു പിതാവിൻ്റെ അവസ്ഥ ഓർത്തപ്പോൾ സത്യത്തിൽ കരഞ്ഞുപോയി. അപ്പോൾ അവരെയൊക്കെ എനിക്ക് നേരിൽ കണ്ട് എന്നെക്കൊണ്ട് പറ്റുന്നത് അവരുടെ കയ്യിൽ കൊടുത്ത് എന്താ പറയുക, നമ്മളുടെ ഒരു സ്നേഹം അല്ലെങ്കിൽ അവരുടെ ഒരു ചെറിയ പുഞ്ചിരി അവർക്ക് ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഒപ്പം തന്നെ നിങ്ങളും കൂടെ വരണം, അവർക്ക് നേരിട്ട് അവർക്ക് കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ഞാൻ പറയാം, നിങ്ങൾ നോക്കി എല്ലാ ബ്രാൻഡ് ഉൾപ്പെടെ എല്ലാ സാധനം ഞാൻ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, വന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ എന്ത് സാധനം ഉണ്ടായാലും നമുക്ക് ഒരുമിച്ച് പോയി കൊണ്ടുപോകാൻ തയ്യാറാണ്. എത്ര വണ്ടിയിലാണ് നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ട് കൊടുത്തിരിക്കും. അതെൻ്റെ ഒരു സ്നേഹം, വേറെ ഒന്നും കൊണ്ടല്ല. അവർക്ക് നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കാൻ നമുക്ക് ഒന്നും പറ്റില്ല. അവർ ഉറ്റവരെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അവർക്ക് തിരിച്ച് കൊണ്ടു ചെല്ലുമ്പം അവർക്ക് കിട്ടുന്ന അവരുടെ മനസ്സിലൊരു പുഞ്ചിരി. നമ്മൾ നാളെ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞാൻ ഇതെല്ലാം കൊടുത്തിട്ട് നാളെ ഞാൻ എന്ത് ചെയ്യും, നാളത്തെ കാര്യത്തെക്കുറിച്ച് ഇപ്പം ഞാൻ ചിന്തിക്കുന്നില്ല. ദൈവം എന്തെങ്കിലും ഒരു വേറെ ഒപ്പിച്ച് തരുമായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഇതാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. എന്താണ് ഇതൊക്കെ നമ്മൾ വളരെ പ്രീമിയമായ ഓണത്തിന് വേണ്ടിയൊക്കെ പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. താഴെ പിന്നെ ഗോഡൗണിലുണ്ടല്ലോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള മുണ്ടുകൾ വരെ നമ്മൾ ഓണത്തിനാണ് കൂടുതൽ മുണ്ടുകൾ അവർ ഉപയോഗിക്കുന്നത്. ഓണത്തിന് വേണ്ടിയുള്ള മുണ്ടുകൾ വരെ നമ്മൾ തയ്യാറാക്കി എല്ലാം കൊടുക്കുക. കാരണം അവർ ഒരു ദിവസമെങ്കിലും അവരോട്, ഞാൻ പറഞ്ഞില്ല, ഒരു ദിവസമെങ്കിലും ആ ക്യാമ്പിൽ പോയി അവരോട് ഒരു ആഹാരം കൂടെ കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹം. സമയം പോലെ ഈ കുഞ്ഞുങ്ങളുടെ വസ്ത്രങ്ങളെല്ലാം ഞാൻ പാക്ക് ചെയ്യില്ല, നിങ്ങൾ പാക്ക് ചെയ്തു.
നിങ്ങൾ പാക്ക് ചെയ്തെടുത്തു. ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളത് ഏത് ഒരു വില നോക്കണ്ട. ഞാൻ മാറി നിൽക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ഇത് പാക്ക് ചെയ്തുകൊണ്ട് പോകും അത്രത്തോളം നിങ്ങൾ പാക്ക് ചെയ്തുകൊണ്ട് പോയിക്കോളൂ. അവർക്ക് കൊടുക്കുക, നമ്മളും കൂടെ വന്ന് അവരൊന്ന് കണ്ടാൽ മാത്രം മതി. കാരണം നമ്മൾ പറഞ്ഞല്ലോ, ഈ ഒരു കാലത്ത് സ്നേഹത്തിനപ്പുറത്തേക്ക് പകരം കൊടുക്കുക ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ ഒരു ലിമിറ്റ് എനിക്കിതേ ഉള്ളൂ. എൻ്റെ കയ്യിലുള്ളതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഞാനത് വളരെ സ്നേഹത്തോടെ, വേറെ ഒന്നിനും വേണ്ടിയല്ല, സ്നേഹത്തുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്യുന്നത്. ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് വസ്ത്രങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരമ്മമാർക്കും കുഞ്ഞുങ്ങൾക്ക് എത്ര വസ്ത്രങ്ങൾ വാങ്ങിയാലും മതിയാവില്ല. എൻ്റെ വീട്ടിലായാലും എൻ്റെ മോൾക്കാണെങ്കിലും ഒരു വലിയ 2 ഷെൽഫ് നിറച്ച് വസ്ത്രങ്ങളുണ്ട്. ഇതെല്ലാം അവർ പ്രതീക്ഷയോടെ കരുതി വെച്ചാൽ അതെല്ലാം ഒലിച്ചു പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ചിലപ്പോൾ അവർക്ക് കൊണ്ട് കൊടുക്കുമായിരിക്കാം, പക്ഷേ ഞാൻ പറയുന്നത് അവരിഷ്ടപ്പെടുന്ന, ഇത് അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്നത്. കാരണം അതുകൊണ്ട് ഇത്രയും നല്ല വസ്ത്രങ്ങൾ കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ, കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ, നമ്മളല്ലേ ഒരു കരയുന്ന കുഞ്ഞിന് ഒരു കളിപ്പാട്ടം കൊടുത്താൽ ഒരു നിമിഷമെങ്കിലും കരച്ചിലടക്കും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അവർക്ക് കിട്ടുന്ന പുത്തൻ ഉടുപ്പുകളും. കാര്യം പുത്തൻ ഉടുപ്പുകൾ അത്ര സ്നേഹത്തോടെ ഓരോ കുഞ്ഞുങ്ങളും വാങ്ങി. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ വസ്ത്രങ്ങൾ കൊണ്ടു കൊടുത്ത് അവരുടെ ഒരു ചെറിയ നേരത്തേക്ക് അവരുടെ വിഷമം ഒന്ന് മാറ്റാൻ എന്നെക്കൊണ്ട് പറ്റിയാൽ അത് മതിയെന്ന് മാത്രമേ ഉള്ളൂ. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൽ ഒന്നാണിത്. ഈ ദുരന്തത്തിൽ നമ്മളുടെ സന്തോഷത്തെക്കുറിച്ചോ നമ്മുടെ ലാഭത്തെക്കുറിച്ചോ ചിന്തിച്ചിട്ട് എന്ത് കാര്യം? പിന്നെ ഞാൻ പറയുന്നു, ശരിയാണ്, ഒരുപാട് പ്രതിസന്ധിയുണ്ട്. ഒരുപാട് പ്രതിസന്ധിയിൽ നിന്ന് തിരിച്ച് കയറാൻ വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നത്. എൻ്റെ സ്റ്റാഫുകൾക്കായപ്പോൾ അറിയാം, പല ബുദ്ധിമുട്ട് ഞാൻ തുറന്നു പറയാൻ പറ്റാത്ത പല ബുദ്ധിമുട്ടുകൾ ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഈ ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിന്ന് വേറെ ദൈവം ഒരു വഴിയാണ്. എനിക്ക് ജീവനുണ്ടല്ലോ. എൻ്റെ ജീവൻ കൊണ്ട് എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്നതൊക്കെ ഉള്ളൂ. പക്ഷേ ഈ നഷ്ടപ്പെട്ടു പോയതിന് പകരമാവും. എൻ്റെ ജീവൻ പോയാൽ അത് തിരിച്ചു കിട്ടാൻ പറ്റും. എനിക്ക് പോയ പണമാണെങ്കിലോ സമ്പത്താണല്ലോ നമുക്ക് തിരിച്ച് എങ്ങനെയെങ്കിലും ഒപ്പിക്കാം, ദൈവം തരും. പക്ഷേ ഈ തിരികെ പോകുന്ന ജീവനാണെങ്കിലും, അതാണ് കേട്ടല്ലേ ഷൈൻചേട്ടൻ പറഞ്ഞു കേട്ടില്ല, തിരികെ പോയ ജീവൻ നമുക്ക് തിരിച്ച് ഒരിക്കലും കിട്ടില്ല. അപ്പൊ ആളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നത് ആൾക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ആൾ ഷോപ്പിലെ ഡ്രസ്സുകളുണ്ട്, കുട്ടികളുടെ ഡ്രസ്സാണ് ഇതിലടല, മൊത്തം കുട്ടികളുടെ ഡ്രസ്സാണ്. അപ്പൊ ആൾ പറയുന്നുണ്ട്, ഞാൻ അവിടെ മാറി നിൽക്കാം, നിങ്ങൾ വേണ്ടത്ര എടുത്തോ. അപ്പൊ ഞാനിങ്ങനെ ലിമിറ്റ് പറയുന്നില്ലല്ലേ, നിങ്ങൾ ഇതെടുക്കോ അതെടുക്കോ ആൾ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഞാൻ പറയുന്നില്ല, ആവശ്യക്കാർക്ക് എത്തണം. എന്ത് സാധനമാണെങ്കിലും അതേ പറയാനുള്ളൂ. ഇപ്പൊ എന്താ വെച്ചാൽ ആളെ കാണിച്ച് മനസ്സിലായിട്ടല്ലോ, സത്യം പറയല്ലോ, ആള് ദൈവം അനുഗ്രഹിക്കട്ടെ, നമുക്കതേ പറയാനുള്ളൂ. ആള് പറയുന്നത് എന്താ വെച്ചാൽ ഓണത്തിന് പർച്ചേസ് ആണ്. എല്ലാ തുണിക്കടക്കാർക്കും ഓണം എന്ന് പറഞ്ഞാൽ വലിയൊരു ചാകര തന്നെയാണ്. ഇപ്പോൾ പൈസ, നമ്മൾ കളക്ഷൻ, ഇപ്പൊ ഡ്രസ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല അവർക്ക് ലാഭം ചെയ്യാൻ പറ്റിയ സംഭവമാണ്. പക്ഷെ ആള് പറയേണ്ടില്ല, ഇപ്പോഴും ഗോഡൌണിലുണ്ട് സാധനങ്ങൾ ഇനിയും വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം അവർ കൊടുക്കണില്ലല്ലോ. ഒരു കുട്ടിക്ക് അത്രയും നേരത്തെ കുറച്ച് നേരത്തെ സന്തോഷിക്കാൻ പറ്റുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു കുട്ടി, ആള് പറഞ്ഞു മെയിനായിട്ട് എന്താ വെച്ചാൽ കരയുന്ന കുട്ടിക്ക് ഒരു കളിപ്പാട്ടം കൊടുത്താൽ ഒരു നിമിഷം സന്തോഷിക്കാതിരിക്കാം. അതേപോലെ ആ ഒരു നിമിഷം ആളെ കൊണ്ട് സന്തോഷിക്കാൻ പറ്റിയാൽ അത്രയും നല്ലതെന്നാണ് ആൾ പറയുന്നത്. സത്യത്തിൽ ഇതുപോലുള്ള മനസ്സുള്ള ആൾക്കാരാണ് വേണ്ടത്. കുറെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഡ്രസ്സ് കടക്കാർ, അങ്ങനെയൊക്കെ ചില ആൾക്കാർ അതൊന്നും തുനിയൊന്നുമില്ല. പക്ഷെ ചെറിയ കടക്കാരാണെങ്കിൽ കൂടി എല്ലാവരും അവരുടെ ഉള്ളത് കൊടുക്കണില്ല, മനസ്സിലായില്ല. ഇപ്പൊ അവരിപ്പോ അത്ര വലിയ സ്വത്തൊന്നും ഉണ്ടായിട്ടല്ല, അവരുള്ളത് കൊടുത്ത് ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കാൻ. അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രശ്നം വന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കും. പക്ഷെ ഷൈൻചേട്ടൻ നല്ലതന്നെ വരട്ടെ. ആള് പറയുന്നുണ്ട് നേരിട്ട് എത്തിക്കാൻ പറ്റിയ അത്രയും നല്ലത്, അല്ല നേരിട്ട് എത്തിക്കാൻ പറ്റിയാൽ അത്രയും ആള് സന്തോഷമായിരിക്കും. ഇപ്പൊ ആൾക്ക് അവിടെ പോയിട്ട് ഒരു നേരത്തെ ഭക്ഷണം കൂടി കഴിക്കണം എന്നാണ് ആൾ പറയുന്നത്. അത്യാവശ്യം സൂപ്പർ മനുഷ്യന്മാർ. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരുമിച്ച് നിൽക്കില്ല, നമ്മൾ ഇതും അതിജീവിക്കും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങൾ സഹായിക്കുക. ഇപ്പൊ ഷൈൻചേട്ടൻ്റെ ഒരു മാതൃക തന്നെയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ അതിന് വേണ്ടിയാണ് ഇപ്പോൾ എല്ലാവരും സഹായിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് എല്ലാ വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ എടുത്ത് കാണിക്കണില്ല. അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ സഹായിക്കുക, അതേ പറയുള്ളൂ. നമ്മളെല്ലാം ഒരുമിച്ച് നിന്നാൽ ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഒത്തിരി പറയണം, നമ്മളെ അവർക്കുള്ളൂ, അത് മനസ്സിലാക്കുക. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക.